എല്ലാവർക്കും നമസ്കാരം. കൗന്ദയ, കർമ്മമായ ഈ പ്രപഞ്ചത്തിൽ ലേശം പോലും കർമ്മമില്ലാത്ത ബ്രഹ്മത്തെയും ബ്രഹ്മത്തിൽ കർമ്മമായ പ്രപഞ്ചത്തെയും ആര് കാണുന്നുവോ അവനാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. ആ സത്യദർശി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനായി ഭവിക്കുന്നു. എന്തെന്നാൽ കർമ്മരഹസ്യം വിശകലനം ചെയ്തറിഞ്ഞിട്ട് കർമ്മം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. എപ്രകാരം മരുഭൂമിയിലെ ജലം മരുഭൂമിക്ക് യാതൊരു ക്ലേശവും വരുത്തുന്നില്ല, അതുപോലെ ജഡപ്രതിഭാസമായ കർമ്മം ബ്രഹ്മത്തിന് ലേശം പോലും ചലനം ഉണ്ടാക്കുന്നില്ല. ശക്തി ചലനമാണ് കർമ്മത്തിന്റെ സൂക്ഷ്മരൂപം. അതേപോലെ സ്ഥൂലമായ ജഡപ്രപഞ്ചം മുഴുവൻ ശക്തി ചലന രൂപത്തിലുള്ള കർമ്മത്തിന്റെ സൃഷ്ടിയുമാണ്. മരുഭൂമിയിലെ ഈ കാനല ജലം പോലെ മായാപ്രതിഭാസമായ കർമ്മവും പ്രപഞ്ചവും പുറമേ നിന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയാകുമ്പോൾ നാം സത്യദർശികളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പ്രപഞ്ചത്തിൽ സർവത്ര ബ്രഹ്മത്തെയും ബ്രഹ്മത്തിൽ സമസ്ത പ്രപഞ്ചത്തെയും ഭാവന ചെയ്ത് കാണാൻ ശ്രമിക്കണം. ഓരോ കർമ്മചലനത്തിലും കർമ്മരഹിതമായ വസ്തു സ്ഥിതി ചെയ്യുന്നു. കർമ്മരഹിതമായ വസ്തുവിനുള്ളിൽ കർമ്മചലനവും സംഭവിക്കുന്നു. ഇതാണ് കർമാകർമ്മ ദർശനം. ഇതറിയുന്നവർ കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും യാഥാർത്ഥ്യം അറിയുന്നു. അതുകൊണ്ട് അയാൾ ബുദ്ധിമാനാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ബുദ്ധി. വ്യക്തമായ കർമാകർമ്മ ദർശനമാണ് ജ്ഞാനം. അല്ലയോ പാർത്ഥ, ആരുടെ എല്ലാ കർമ്മചലനങ്ങളിലും ലൗകിക ഫലസങ്കല്പങ്ങൾ വെടിഞ്ഞവയായിരിക്കുന്നുവോ ബ്രഹ്മാനുഭവം എന്ന ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മങ്ങളെ ഭസ്മമാക്കിയ ആ വ്യക്തിയെ അറിവുള്ളവർ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു. അതായത് ബാഹ്യകർമ്മങ്ങളെ മാത്രം ത്യജിക്കുന്നതല്ല സന്യാസം. ദേഹം കൊണ്ട് സദാ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും സർവത്ര ബ്രഹ്മാനുഭവം നേടി ജ്ഞാനാഗ്നിയിൽ കർമ്മവാസനകളെ എരിച്ച് ചാമ്പലാക്കുന്നതാണ് സന്യാസം. സാധാരണയായി ലൗകിക ഫലങ്ങൾ നേടി സുഖിക്കാനാണ് ഒരാൾ കർമ്മം ചെയ്യുന്നത്. എന്നാൽ ഒരാൾക്ക് ചിത്തശുദ്ധി വന്ന് വസ്തുബോധം വളരുന്നതോടെ നിരപേക്ഷവും അനന്തവുമായ ആത്മസുഖം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ദേഹം നഷ്ടമായാൽ പോലും തനിക്ക് സുഖരൂപത്തിലുള്ള ആത്മാവ് നഷ്ടമാവുകയില്ലെന്നും തെളിയുന്നു. അങ്ങനെ ജ്ഞാനിക്ക് കർമ്മവാസന ജ്ഞാനാഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലായതുകൊണ്ട് കർമ്മമൊന്നും അദ്ദേഹത്തിന് ബന്ധകാരണമാകുന്നില്ല. അതായത് ജ്ഞാനി ദേഹം കൊണ്ട് കർമ്മം ചെയ്താലും താനൊരു കർമ്മവും ചെയ്യുന്നില്ലെന്നാണ് അനുഭവം. അർജുനനും സ്വധർമ്മം അനുഷ്ഠിച്ച് ആ നിലയിലെത്താനാണ് ഭഗവാന്റെ ആഗ്രഹവും. മലയാള പരിഭാഷ: കർമ്മത്തിനുള്ളിൽ അകർമ്മവും പിന്നെ അകർമ്മത്തിലോ ഫലോദിഷ്ടമാം കർമ്മവും കാണുന്ന ബുദ്ധിമാൻ യാതൊരു കർമ്മത്തെ ചെയ്കിലോ തെറ്റില്ലാതിന്ദ്രിയനാണവൻ. ഇന്ദ്രിയ സൗഖ്യത്തെ ആഗ്രഹിക്കാതിന്നു കർമ്മത്തെ ആചരിച്ചിടുന്ന ജ്ഞാനിതൻ ജ്ഞാനാഗ്നിയാൽ ഇന്ന് ഭസ്മീകരിക്കുന്നതുണ്ട് ഞാൻ ചെയ്തിട്ടും കർമ്മഫലങ്ങളെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.